പാളയം പച്ചക്കറി മാർക്കറ്റ് തകർന്നാലേ ഇവിടെ കുത്തക ഭീമന്മാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അനവധി സ്ഥാപനങ്ങൾ കോഴിക്കോട്ടെ പരിസര പ്രദേശങ്ങളിൽ വളർച്ച പ്രാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ കോഴിക്കോട്ടെ പാളയത്തിന്റെ പരിസരത്തും അതുപോലെ തന്നെ കോഴിക്കോട്ടുമൊക്കെ വളർന്ന് പന്തലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവിടങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോ പച്ചക്കറി വാങ്ങാൻ, ഫ്രൂട്ട്സ് വാങ്ങാൻ ആളുകൾ കടന്നു വരുമ്പോ ഈ കോഴിക്കോട്ടെ പാളയത്തെ പച്ചക്കറി മാർക്കറ്റിലെ വിൽപ്പനയുമായി തുലനം ചെയ്യുമ്പോൾ ഒരുപാട് വലിയ വിലക്കാണ് അവർ വിൽപ്പന നടത്തുന്നത്. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാതെ വീണ്ടും പാളയത്തിൽ കടന്നു വന്നുകൊണ്ട് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ കുത്തക മുതലാളിമാർ ഇവിടെ തുടക്കം കുറിക്കുന്ന സ്ഥാപനങ്ങൾ, അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ പച്ചക്കറി വിൽപ്പന നടത്താൻ സാധിക്കാതെ, ഫ്രൂട്ട്സ് വിൽപ്പന നടത്താൻ സാധിക്കാതെ ഡാമേജ് വന്ന് വേസ്റ്റിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ ഈ പാളയത്തെ പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ട് അവരുടെ കയ്യിലുള്ള പണം കൊണ്ട് വയറ് നിറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മനസ്സ് നിറഞ്ഞുകൊണ്ട് വാങ്ങിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ വാങ്ങിക്കൊണ്ടു പോകുമ്പോ ഈ പാളയത്തെ തകർത്താൽ ഈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ഉപ്പൂപ്പമാർ, നമ്മുടെ അച്ഛനും ഞങ്ങളുടെ പൂർവ്വപിതാക്കളും ചോര കൊടുത്തുകൊണ്ട് വിയർപ്പ് കൊണ്ട് ഇവിടെ കെട്ടിപ്പടുത്ത മഹിതമായ ഈ മേഖലയുണ്ടല്ലോ, ഇത് തകർത്തു കളഞ്ഞെങ്കിൽ മാത്രമേ കുത്തക ഭീമന്മാർക്ക് അവർക്ക് ലാഭക്കൊതി പൂണ്ട മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോ അവർക്ക് ഈ മേഖല തകർക്കണം, പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് തകർത്തു കളയണം. അതിനവർ കൂട്ടുപിടിച്ചതെന്താ? അവർ കൂട്ടുപിടിച്ചത് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളെ സ്നേഹിക്കുക, ഞങ്ങൾക്ക് പുതിയ മാർക്കറ്റ് ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂലയിലേക്ക് ഈ പാളയത്തിന്റെ ഹൃദയഭൂമികയിൽ പതിറ്റാണ്ടുകളായി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി ഇരുത്തുക എന്നുള്ള കുടികതന്ത്രമാണ്, ബ്രിട്ടീഷുകാരന്റെ ഡിവൈഡ് ആൻഡ് റൂളാണ് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളെ ഭിന്നിപ്പിച്ച് ഞങ്ങളെ ഇല്ലാതാക്കി അങ്ങനെ പാളയത്തിന്റെ ഈ പ്രൗഢമായ പാരമ്പര്യത്തെ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ട് ഇവിടെ കുത്തക ഭീമന്മാർക്ക് സ്വൈരമായി വിഹരിക്കാൻ, അവർക്ക് ലാഭമുണ്ടാക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഉണ്ടാക്കുന്ന ശ്രമം നമുക്കറിയാം. കോഴിക്കോട് കോർപ്പറേഷൻ പറയുകയാണ് നിങ്ങൾക്ക് പുതുതായി ബിൽഡിംഗ് ഉണ്ടാക്കി തരിക. കോർപ്പറേഷന്റെ സ്ഥലത്ത് BOT അടിസ്ഥാനത്തിൽ ബിൽഡിംഗ് ഉണ്ടാക്കി അതിന്റെ കണ്ണായ ഭാഗമൊക്കെ പുറത്തുള്ള ആളുകൾക്ക് കച്ചവടം ചെയ്യാൻ അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് പാരമ്പര്യമായി കച്ചവടം ചെയ്യുന്ന ഇവിടുത്തെ ആളുകൾക്ക് രണ്ടാം നിലയിൽ പോയി ഹോൾസെയിൽ കച്ചവടം ചെയ്യണം, കോർണറിൽ പോയി കച്ചവടം ചെയ്യണം. അങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ നമ്മൾക്കറിയാം, അങ്ങനെ കച്ചവടം ചെയ്യുമ്പോ ഇവിടെ മാന്യമായി ഒരു വാഹനം വന്ന് നിർത്തി കഴിഞ്ഞാൽ വേറൊരു വാഹനത്തിന് വന്ന് സാധനങ്ങൾ ഇറക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പാളയം നമുക്കറിയാം, ഇവിടെ ബസ് സ്റ്റാൻഡുണ്ട്. ആളുകൾ യഥേഷ്ടം ഏത് പാതിരാത്രിയിലും കടന്നു വന്നുകൊണ്ട് പർച്ചേസിംഗ് നടത്താൻ കഴിയുന്ന ആവശ്യമായ സാഹചര്യം ഇവിടെയുണ്ട്. ആ സാഹചര്യങ്ങളൊന്നുമില്ലാതെ ഒരു മൂലയിലേക്ക് ഇത് പറിച്ചു നടമ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുത്തക മുതലാളിമാർക്ക് കച്ചവടം ചെയ്യാൻ, അവർക്ക് ലാഭക്കൊതിപ്പുണ്ട ആ മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുകയാണ്. ആരാ ഒരുക്കുന്നത്? സാധാരണക്കാർക്ക് വേണ്ടി, പിന്നോക്കക്കാർക്ക് വേണ്ടി, വയലാളികളിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ടി. ഇവിടെ ഞങ്ങളിതാ സ്വർഗരാജ്യം പണിയുമെന്ന് പറഞ്ഞ ആ പാർട്ടിയുടെ ആളുകൾ അധികാരത്തിൽ കോർപ്പറേഷൻ ഭരിക്കുമ്പോ ആ കോർപ്പറേഷന്റെ അധികാരികളാണ് ഇങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ. നമ്മൾക്കറിയാം, വന്ധ്യവയോധികർ, അതുപോലെ തന്നെ പ്രായമായ ആളുകൾ, അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ സമാധാനമായി ഉറങ്ങിയിട്ടില്ല. നമ്മളൊരു ക്ഷീണം മാറുന്ന ഒരു ഉറക്കം ഉറങ്ങിയത് നമ്മുടെ ഉപ്പൂപ്പമാർക്ക്, നമ്മുടെ കാരണവന്മാർക്ക് അറിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ 2 മണിയാകുമ്പോഴേക്ക് അലാറം വെച്ച് ഉറക്കം എഴുന്നേറ്റുകൊണ്ട് നമ്മൾ മാർക്കറ്റിലേക്ക് കടന്നു വരികയാണ്. സാധനങ്ങൾ വിൽപ്പന നടത്താൻ ഹോൾസെയിൽ കച്ചവടമായാലും റീറ്റെയിൽ കച്ചവടമായാലും അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചെറിയ തോതിൽ ലാഭമെടുത്തുകൊണ്ട് കച്ചവടം നടത്തുന്ന ഒരു വ്യാപാരി സമൂഹത്തെയാണ് ഇല്ലാതാക്കാനുള്ള ശ്രമവുമായി കോർപ്പറേഷന്റെ അധികാരികൾ കടന്നു വരുന്നത്. എന്താ പറയുന്നത്? നിങ്ങൾക്ക് ലൈസൻസ് പുതുക്കി തരില്ല, നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി ലൈസൻസ് പുതുക്കി തരില്ല എന്ന് പറയുന്നത്. നിങ്ങൾ പുതുക്കി തരില്ല എന്ന് പറയുന്നത് കേവലം ഒരു ലൈസൻസ് അല്ല, ഞങ്ങളുടെ മക്കളുടെ അന്നമാണ്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആവശ്യമായ ഭക്ഷണം ഒരുക്കുന്നതിന്റെ. പ്രിയപ്പെട്ടവരെ, 2 മണിക്കും 2:30 മണിക്കും അലാറം വെച്ചുകൊണ്ട് ഈ മാർക്കറ്റിലേക്ക് കടന്നു വന്നുകൊണ്ട് കച്ചവടം നടത്തുന്ന പ്രിയപ്പെട്ട കച്ചവടക്കാരെ ഇല്ലാതാക്കിക്കൊണ്ട് ഞങ്ങളുടെ ലൈസൻസ് പുതുക്കി തരാതെ ഇവിടെ വില കുറച്ച് വിൽപ്പന നടത്തുന്ന സംവിധാനം പാടെ തകർത്തുകൊണ്ട് കുത്തകൾക്ക് ഓശാന പാടുന്ന അധികാരി സമൂഹത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ചരിത്രം പഠിക്കണം. നിങ്ങൾ ചരിത്രത്തിന്റെ ഇന്നലകളെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മകൾക്ക് അൽഷിമേഴ്സ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിൽ ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ, നിങ്ങളിൽ ഓർമ്മക്കുറവില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രം പഠിക്കാൻ തയ്യാറാകണം. സാധാരണക്കാരായ ജനങ്ങൾക്ക് എതിര് പ്രവർത്തിച്ചവയാണ് റുമാനിയ എന്ന് പറയുന്ന രാജ്യത്ത് ഷെസസ്ക്യു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്തത് മാത്രമല്ല, ആ റുമാനിയയിലെ ഷെസസ്ക്യു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ റോഡിലിട്ട് തല്ലിക്കൊന്നത് ചരിത്രത്തിന്റെ ഇന്നലകളെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുമെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങൾ നിയമലംഘനത്തിന്റെ ആളുകളല്ല. നിയമം ലംഘിച്ചുകൊണ്ട് ഇന്നേ വരെ ഒരു സമര പോരാട്ടവും ഞങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ മക്കളുടെ അന്നത്തിലേക്ക് നിങ്ങൾ മണ്ണ് വാരിടാനുള്ള ശ്രമമെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഭക്ഷണം ഒരുക്കുന്ന പ്രവർത്തനത്തിന്റെ നേതൃത്വം നൽകുന്ന ഒരു കച്ചവട സംവിധാനവുമായി ഞങ്ങൾ പോകുമ്പോ അതിനാവശ്യമായിട്ട് പണിയെടുക്കുന്ന തൊഴിലാളി സമൂഹത്തെ ഒന്നടങ്കം ഇവിടെ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിയമത്തിന്റെ ഈ പരിധി ലംഘിച്ചുകൊണ്ടും ഞങ്ങൾക്ക് സമര പോരാട്ടവുമായി മുന്നോട്ട് പോകേണ്ടി വരും. ഒട്ടനവധി സമര ചരിത്രത്തിന്റെ ഇന്നലകളിലെ ഒട്ടനവധി പോരാട്ടങ്ങൾ നമുക്കറിയാം. ചരിത്രത്തിന്റെ ഇന്നലകളിൽ കോഴിക്കോട് പട്ടണം ഒട്ടനവധി സമരത്തിന്റെ
സമരത്തിന്റെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഒട്ടനവധി സമരങ്ങൾക്ക് പോരാട്ടത്തിന്റെ നേതൃത്വം നൽകിയ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളെ ഏമാത്തിക്കളയാം, അങ്ങനെ ഊതിയാൽ പാറിപ്പോകുന്ന അപ്പൂപ്പൻ താടികളാണ് ഈ പാളയത്തെ കച്ചവടക്കാരെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകൊണ്ട് സ്വന്തത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വിട്ടുപോകാൻ ഒരുക്കമല്ല, ഞങ്ങൾ ഇവിടെ വിട്ടുപോകാൻ ഒരുക്കമല്ല. ഞങ്ങളിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ നൽകണമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ ഇവിടെ സമരം നടത്തുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലോ, അത് വകവെച്ചു തരണം. ഞങ്ങളുടെ ആ അധ്വാനിക്കാനുള്ള ശേഷിയും അധ്വാനിക്കാനുള്ള ശേഷിയും അവസാനിക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ അധ്വാനിച്ചുകൊണ്ട് കുടുംബം പോറ്റും. അങ്ങനെ കുടുംബം പോറ്റുന്ന സാഹചര്യം ഇല്ലാതാക്കിക്കൊണ്ട് ഞങ്ങളെ ഭിന്നിപ്പിച്ച് ഇല്ലാതാക്കി കളയാം. അങ്ങനെ കുത്തകൾക്ക് വേണ്ടി ഓശാന പാടിക്കൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുത്തു കഴിഞ്ഞാൽ ഈ പാളയം മാർക്കറ്റിനെ തകർത്ത് കളയാമെന്നാണ് നിങ്ങൾ ധരിച്ചിട്ടുള്ളത് എങ്കിൽ ഞാൻ പറയട്ടെ, ഞങ്ങൾ നിയമലംഘനം നടത്തിയിട്ടും ഈ സമരവുമായി മുന്നോട്ട് പോകും. കാരണം ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ കുടുംബക്കാർക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് വ്യാജവാറ്റ് നടത്തി ഉണ്ടാക്കിക്കൊണ്ട് വിൽപ്പന നടത്തി പണമുണ്ടാക്കി ഞങ്ങൾക്ക് ശീലമില്ല. ഞങ്ങൾക്ക് ലഹരി പദാർത്ഥങ്ങൾ വിറ്റുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബം പോറ്റി ഞങ്ങൾക്ക് ശീലമില്ല. പതിറ്റാണ്ടുകളായി പാളയത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബം നോക്കി കുടുംബം പോറ്റുന്ന ഇവിടുത്തെ കച്ചവടക്കാരെ, ഇവിടുത്തെ തൊഴിലാളി വർഗത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിക്കൊണ്ട് അങ്ങനെ ഈ പാളയം മാർക്കറ്റിനെ തകർത്തു കളയാമെന്ന് ഏത് അധികാരി തമ്പുരാക്കന്മാർ കരുതിയിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ അധികാരി സമൂഹത്തിന്റെ ആ കോട്ടകളൊക്കെ തകർത്ത് തനിപ്പണമാക്കിക്കൊണ്ട് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ സമര പോരാട്ടത്തിന്റെ സംസാരിക്കാൻ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഒട്ടനവധി നേതാക്കന്മാർ കടന്നു വരികയാണ്. ഒരു കാര്യം മാത്രം ഞങ്ങൾ പറയുകയാണ്, തല നനയ്ക്കുന്നതല്ല വാർദ്ധക്യം, തല നനയ്ക്കാത്തതല്ല യൗവനം. കൊടിയ ദുഷ്പ്രഭുത്വത്തിന്റെ മുൻപിലും തല കുനിക്കാത്തതാണെന്ന എന്റെ യൗവനം. അങ്ങനെ തല കുനിക്കാത്ത ആൺകുട്ടികളില്ല നമ്മളിവിടെ കാണുകയാണ്. പ്രിയപ്പെട്ട അബ്ദു സാഹിബിനെ പോലെയുള്ള വന്യമയോധികർ പോലും ഈ 48 മണിക്കൂർ സമര പോരാട്ടത്തിൽ ഒരു മിനിറ്റ് പോലും അവർ പുറത്തിരിഞ്ഞു നിൽക്കുന്നില്ല. അവർ ഈ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ നേതൃത്വം നൽകുമ്പോൾ ഞങ്ങളെ പോലെയുള്ള യുവാക്കൾക്ക് പോലും ആവേശം വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുഷ്പ്രഭുത്വത്തിന്റെ മുൻപിൽ, ഈ കോർപ്പറേഷൻ അധികാരികളുടെ ദുഷ്പ്രഭുത്വത്തിന്റെ മുൻപിൽ അവരെ വിട്ടുമടക്കുന്നതുവരെ, ഈ പാളയം മാർക്കറ്റിനെ തകർക്കുന്ന സമീപനത്തിൽ നിന്ന് പിന്മാറുന്നതുവരെ ഈ സമര പോരാട്ടവുമായി ഞങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഞങ്ങളിൽ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ കച്ചവടക്കാർ, ഞങ്ങളുടെ തൊഴിലാളികൾ, അവരുടെ അവസാനത്തെ സഹോദരനും ഇവിടെ മരിച്ചു വീഴുന്നതുവരെ പാളയത്തിന്റെ ഈ പച്ചക്കറി മാർക്കറ്റിനെ തകർത്ത് തരിപ്പണമാക്കി കൊണ്ടുപോകാമെന്നുള്ള നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഒരിക്കലും നടക്കുകയില്ല എന്ന് ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാളയം കാലിക്കറ്റ് ഹോൾസെയിൽ ഫ്രൂട്ട്സ് മർച്ചന്റ് അസോസിയേഷന്റെ എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരഭടന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.